ഞാനിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ വിഷമകരമായ ഒരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ആദ്യം തന്നെ കാണുക. അതിനുശേഷം ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ നീലൂരുകാരൻ ഡിജോയാണ്. ഞാൻ പുളിക്കൽ അവറാച്ചൻ എന്ന് പറഞ്ഞ ഒരാളുടെ മകനാണ്. ഞാനിവിടെ വർഷങ്ങളായിട്ട് ഇവിടെ പാറവുടയിൽ മീൻ കൃഷി വളർത്തുന്ന ഒരാളാണ്. ഗൗര എന്ന് പറഞ്ഞൊരു മീന്, അതിൻ്റെ ബ്രീഡിങ്, അതിൻ്റെ കുഞ്ഞുങ്ങളെ വിൽപ്പനയാണ് എൻ്റെ പരിപാടി. പക്ഷേ ഈ തവണ കുഞ്ഞുങ്ങളെ ബ്രീഡിങ് ഇറക്കി വിട്ട് കുഞ്ഞുങ്ങളില്ല. 4-5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കിട്ടേണ്ടതാണ് ജൂൺ മാസം സീസണിൽ. ഒരു കുഞ്ഞുങ്ങളുമില്ല. ഈ കുളം പറ്റിച്ച് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കണ്ടാലും അറിയാം. പിന്നീട് മനസ്സിലായപ്പോഴാണ് ഈ നട്ടറും ഈ സാധനം എല്ലാം കൂടെ ഇവിടെ കൊണ്ടുവന്നിട്ടു. ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷേ അത് അറിയാവുന്ന ഒരാളെക്കുറിച്ച് നമുക്ക് പറയാനും പറ്റിയല്ല. നമുക്ക് സംശയത്തിലൊന്നും പറയുന്നില്ല. നമ്മളൊരു കർഷകനാണ്. ഈ കർഷകരുടെ ഇതിലാണ് എൻ്റെ ജീവിതം മൊത്തം. ഇവര് ജോയിച്ചേട്ടന്, തൊമ്മൻചേട്ടന്, ഇവരെല്ലാവരും ജീവിക്കുന്നത് എൻ്റെ ഒരു ഇതിൽ എൻ്റെ സ്റ്റാഫുകളായിട്ട് ജീവിക്കുന്ന ഈ ഇത്രയും നട്ടറിനെ ഇതിനെ ഇങ്ങോട്ട് ഈ കുളത്തിലൊരു പുറത്തുനിന്ന് ഒരു സാധനത്തെ ഞങ്ങൾ വരുന്നത് ഈ നട്ടറിനെ ഇന്ന് ഞങ്ങൾ കുളം പിടിച്ചതാ. ഈ നട്ടർ, ഈ സിലോപ്പിയ, ഈ ഗൗരയുടെ ഈ കണ്ണ് കണ്ടേ, ഈ കണ്ണ് ഇതുകൊണ്ട് അടുത്തതിൻ്റെ ഇതെല്ലാത്തിനെയും ഇവന്മാരെ ആക്രമിച്ച് എനിക്കൊരു 10-15 ലക്ഷം രൂപ, ഒരു 5-6 ലക്ഷം രൂപയുടെ കുഞ്ഞുങ്ങളും ഒരു 5-6 ലക്ഷം രൂപയുടെ കുഞ്ഞുങ്ങളും ഈ വർഷം നഷ്ടപ്പെട്ടു പോയി. ഞങ്ങളുടെ ഒരു വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ആരോ സാമൂഹിക വിരുദ്ധരാന്ന് ഞാൻ പറയല്ല, ആരെങ്കിലും ആണെങ്കിൽ എല്ലാം തീർത്ത് കളഞ്ഞു. ഞാൻ നീലൂര് ഇടവകയിൽ ജീവിക്കുന്നുണ്ട്. എൻ്റെ പേര് ഡിജോ എന്നാണ്. പക്ഷേ ഇതിങ്ങനെ ഒരു ഉപദ്രവം ഞങ്ങൾക്ക് ചെയ്തത് സമൂഹം അറിയണം. ഇത് നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു കേസല്ല. ഇപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ. ഡിജോ എന്ന് പറയുന്ന ഈ ഒരു കർഷകൻ, അദ്ദേഹം മീൻ കൃഷി നടത്തിയിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ അകത്തുനിന്ന് ഒരു വിളവ് പോലും കിട്ടിയില്ല. അതായത് അതിനകത്തുനിന്ന് അദ്ദേഹം ആ ഒരു വർഷം അധ്വാനിച്ചതിൻ്റെ ഫലമൊന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല എന്ന് ചുരുക്കം. മീൻ കൃഷി നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഇപ്പം മീൻ കൃഷി ഒത്തിരി അധികം ഫേമസ് ആയിട്ട്, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിച്ചെന്ന ഒരു സംഭവം ആയി മാറിയത് ലോക്ക്ഡൗൺ കാലഘട്ടത്തിലാണ്. ഞാനടക്കം പല ആൾക്കാരും മീൻ കൃഷിയിലേക്കും അല്ലെങ്കിൽ മീൻ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ചെറിയത് ഒരു ഗപ്പീനെങ്കിലും വളർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഗപ്പി കുഞ്ഞുങ്ങളെ വളർത്തി വിൽക്കുന്ന പലതരം ഗപ്പി മത്സ്യങ്ങളുണ്ട്, പലതരം കളറുള്ള. ആ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഗപ്പികളുടെ ഒരു വില എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരിന് 150 രൂപ, 200 രൂപ, 300 രൂപയൊക്കെ വിലയുള്ള ഗപ്പി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പല ടൈപ്പാണ്, വിദേശ ഇനങ്ങളാണ് എന്ന് പറയുന്ന പോലെ. ആ സമയത്ത് മീൻ കൃഷി വളരെ ഫേമസ് ആയിരുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് ഭയങ്കര ട്രെൻഡിങ്ങിലുള്ള ഒരു പരിപാടിയാണ് മീൻ കൃഷി. നമുക്കറിയാവുന്ന പോലെ ഈ ഫിഷിംഗ് ഫ്രീക്സ് എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലൊക്കെ കയറി വന്നതും ആ ഒരു കാരണത്താൽ ഒക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഫിഷിംഗ് വിത്ത് ഉണ്ണി ജോർജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചാനലുകളുണ്ടല്ലോ. ഇങ്ങനെ മീൻ കൃഷിയും അല്ലെങ്കിൽ മീൻ വളർത്തലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അലങ്കാര മത്സ്യങ്ങളാകട്ടെ, ഭക്ഷിക്കുന്ന മീനുകളാകട്ടെ, എന്തായാലും മീൻ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു സമയത്ത് നല്ല മൈലേജ് ആയിരുന്നു. അതിപ്പോൾ അക്വേറിയങ്ങളും മറ്റ് അലങ്കാര മത്സ്യങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണെങ്കിൽ പോലും കൂണ് പോലെ ആ സമയത്ത് ഒത്തിരി അധികം മുളച്ചു വന്നു. അതുപോലെ തന്നെ മീൻ കൃഷിയിൽ നിന്ന് ഒത്തിരി ലാഭം എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാർ മീൻ കൃഷിയിലേക്ക് ജനങ്ങളെ വശീകരിച്ചെടുക്കാനും അല്ലെങ്കിൽ മീൻ കൃഷിയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാനായിട്ടുള്ള അങ്ങനത്തെ ഒത്തിരി സംഭവങ്ങളൊക്കെ തന്നെ. തീർച്ചയായിട്ടും മീൻ കൃഷി ലാഭമുള്ള പരിപാടിയാണ്. അത് നല്ല രീതിയിൽ ചെയ്താൽ, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഫലം കിട്ടുന്ന ഒരു പരിപാടി തന്നെയാണ് മീൻ കൃഷി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ അതിനകത്ത് ഒത്തിരി റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ ഡിജോ എന്ന് പറയുന്ന അദ്ദേഹം ഗൗരാമി എന്ന് പറയുന്ന ഒരു മീനിനെയാണ് അവിടെ വളർത്തിയിരുന്നത്. അത് ബ്രീഡിംഗ് ആയിരുന്നു. ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബ്രീഡിംഗ് പെയറുകളെ തരംതിരിച്ച് അതുങ്ങളെ ഈ പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇറക്കി വിടും. സ്വാഭാവികമായിട്ടും 4 അല്ലെങ്കിൽ 5 മാസത്തിനുള്ളിൽ മുട്ട വിരിഞ്ഞിറങ്ങി കുഞ്ഞുങ്ങളിറങ്ങും. ആ കുഞ്ഞുങ്ങളെ പിടിച്ച് ആണ് അവർ പാക്ക് ചെയ്ത്, അല്ലെങ്കിൽ അതിന് കുഞ്ഞുങ്ങൾക്ക് എണ്ണത്തിനൊക്കെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും ചെയ്യുന്നത്. അങ്ങനെയാണ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ചെറിയ കുഞ്ഞുങ്ങളെയാണ് അവർ അതിൻ്റെ അകത്ത് കച്ചവടമാക്കുന്നത്. ഇത് മീൻ കൃഷി, അതായത് വളർത്തി വലുതാക്കി ഭക്ഷിക്കാൻ പാകത്തിനാക്കി കൊടുക്കുന്നതിനെക്കാട്ടും റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഞാൻ പേഴ്സണലി ബ്രീഡിംഗ് ചെയ്ത ഒരു ആളാണ്. അതായത് മീൻ പല സൈസ് ഗപ്പികളെയും അതുപോലെ തന്നെ മറ്റ് അലങ്കാര മത്സ്യങ്ങളൊക്കെ ബ്രീഡിങ് ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് നന്നായിട്ട് അതിനെക്കുറിച്ച് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ്. നമ്മൾ ഒത്തിരി കണ്ണും നട്ട് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. വെള്ളത്തിൻ്റെ pH, അത് ഇത് അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലേ, വെള്ളത്തിൻ്റെ കുറേ കാര്യങ്ങളും അതിൻ്റെ സംഗതികളും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചാലേ, പെട്ടെന്ന് അസുഖം വന്നു കഴിഞ്ഞാൽ കൂട്ടത്തോടെ എല്ലാം തന്നെ ചത്തുപോകാൻ സാധ്യതയുള്ളൊരു പരിപാടിയാണ്. കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി എന്ന് പറയുന്ന
ഒരു ലൈനിലുള്ള ഒരു കൃഷിയാണ് ഈ മീൻ കൃഷി എന്ന് പറയുന്നത്. ഈ ഒരു സഹോദരൻ മീൻ കൃഷി ഗൗരാമീനെ അവിടെ ബ്രീഡിങ് ചെയ്യാനായിട്ട് അവിടെ ആ ഒരു കുളത്തിൽ ഇറക്കി വിട്ടു. അദ്ദേഹം കൃത്യം 4 മാസമായപ്പോൾ അദ്ദേഹം പിടിക്കാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മീൻ കുഞ്ഞുങ്ങളെ പോലും കിട്ടാതായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുളം വറ്റിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറച്ച് മീനുകളും അതുപോലെ തന്നെ നട്ടർ പോലത്തെ മത്സ്യങ്ങളെയൊക്കെ അതിനകത്ത് കാണാനായിട്ട് സാധിച്ചു. ഈ നട്ടർ എന്ന് പറയുന്ന മീനിനെ നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള ഒരു മീനാണ്. അതിനെ നിരോധിച്ചിട്ട് അധികം കാലമായില്ല. നിരോധിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഒത്തിരി ആൾക്കാർ ഇപ്പോഴും അത് കൃഷി ചെയ്യുന്നുണ്ട്. കാരണം ആ മീനിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിരാന വർഗത്തിൽപ്പെട്ട ഒരു മീനാണ്. ഈ മീൻ മറ്റു മീനുകളെ ആണ് ഭക്ഷണമാക്കുന്നത്. ഇറച്ചിയാണ് ഇതിന്റെ മെയിൻ. പല ഫാമുകളിലും വളരെ വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന പല മീൻ കൃഷി നടത്തുന്ന ഫാമുകളിലും ചെന്ന് കഴിഞ്ഞാൽ കോഴി വേസ്റ്റ് ഒക്കെ കൊടുത്ത് മീനുകളെ വളർത്തുന്ന ഒരു സംഗതിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കോഴി വേസ്റ്റ് ഏറ്റവും കൂടുതൽ തിന്നുന്നത് ഈ നട്ടർ പോലത്തെയുള്ള മത്സ്യങ്ങളാണ്. കാരണം അവർക്ക് ഇറച്ചിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതിന്റെ പല്ലുകളും അതുപോലത്തെ പല്ലുകളാണ്. നമുക്ക് ഇപ്പം ഈ ടാർപ്പാ കുളത്തിൽ അല്ലെങ്കിൽ ഈ പടുതാ കുളത്തിലൊന്നും അതിനെ വളർത്താനായിട്ട് സാധിക്കില്ല. അതിന്റെ ടാർപ്പയും കാര്യങ്ങളൊക്കെ ഈ ഒരു മീൻ കടിച്ച് പൊട്ടിച്ച് കളയും. അപ്പം അത്തരത്തിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള മീനാണ്. നമ്മുടെ കൈയൊക്കെ ഇട്ട് നമ്മളൊക്കെ കടി തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ പിരാന എന്ന് പറയുന്ന ഒരു മൂവിയൊക്കെ ചിലപ്പോൾ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു മൂവിക്കകത്തൊക്കെ കാണിക്കുന്ന പോലെ നട്ടറൊക്കെ ഉള്ള ഒരു കുളത്തിലേക്കൊക്കെ നമ്മളൊക്കെ വീണ് പോയാൽ നമ്മുടെ ശരീരം പോലും അത് കടിച്ചു പറിച്ച് തിന്നും. അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മീനാണ്. അതുപോലെ തന്നെ വലയിട്ട് ഇതിനെ പിടിക്കാനും ഭയങ്കര വലയൊക്കെ പൊട്ടിച്ചു കളയും. അപ്പം അങ്ങനത്തെ ഒരു മീനാണ്. അതുകൊണ്ട് തന്നെ ഈ മീനിനെ പൊതുവെ ഒറ്റയ്ക്ക് വളർത്തുള്ളൂ. മറ്റ് മീനുകളുടെ ഒപ്പം വളർത്തില്ല. കാരണം മറ്റ് മീനുകളുടെ ഒപ്പം വളർത്തി കഴിഞ്ഞാൽ ആ മീനുകളെ ഇവർ ഭക്ഷണമാക്കും. മാത്രമല്ല ഇതുങ്ങൾ മറ്റ് ജലാശയത്തിലേക്ക് പെട്ടുപോയാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് നട്ടറിനെ നിരോധിച്ചിരിക്കുന്നത്. കാരണം മറ്റ് മീനുകളുടെ അല്ലെങ്കിൽ മറ്റ് മീനുകളുടെ വംശത്തിന് പോലും അത് ദോഷമാണ്. കാരണം മറ്റ് മീനുകളെല്ലാം ഇവർ അടിച്ചു തീർക്കും. അപ്പോൾ ഏതായാലും ഈ ഒരു സഹോദരന്റെ ഈ ഒരു കുളത്തിലേക്ക് ഏതോ ഒരു സാമൂഹ്യ വിരുദ്ധര് നട്ടർ മത്സ്യത്തിനെ കൊണ്ട് ഇറക്കി വിടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ മീൻ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ബ്രീഡിങ്ങിന് കുഞ്ഞുങ്ങളെ കിട്ടാണ്ട് പോയത്. കാരണം കംപ്ലീറ്റ് മീനുകളെയും ഈ നട്ടർ അകത്താക്കി. അത് സ്വാഭാവികമായിട്ടും ഈ മീനുകളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഒരു പാര വെക്കാനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് എന്തെങ്കിലും വ്യക്തിപരാഗമുള്ള ആൾക്കാർ തന്നെയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അല്ലാതെ അറിയാതെ ഒന്നും ഒരിക്കലും നട്ടർ എവിടെയും ചെന്ന് പെടില്ല. കാരണം നട്ടർ പൊതുവെ നിരോധിച്ച മീനായതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായിട്ടാണ് കടക്കാർ പോലും നട്ടറിന്റെ കുഞ്ഞുങ്ങളെ പോലും വിൽക്കുന്നത്. അപ്പൊ അത്തരത്തിൽ രഹസ്യമായിട്ട് വിൽക്കുന്ന ഒരു നട്ടറിന്റെ കുഞ്ഞുങ്ങൾ ഈ കുളത്തിൽ വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും അത്ര കഷ്ടപ്പെട്ട് അവിടം വരെ ചെന്ന് അതിൻ്റെ അകത്ത് കൊണ്ട് ഇറക്കി വിടുക തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഏതായാലും ആ ചെയ്തത് ഭയങ്കര ഒരു തെണ്ടിത്തരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ വളരെ മോശപ്പെട്ട ഒരു പരിപാടിയായിപ്പോയി. അയാളെ കൊല്ലുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു 4-5 മാസത്തെ അധ്വാനത്തിന്റെ ഫലമാണ് ഒറ്റയടിക്ക് ഇല്ലാണ്ടാക്കി കളഞ്ഞത്. അദ്ദേഹം ആ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആ മുഖത്തെ വിഷമമൊക്കെ നമുക്ക് കാണാം. അദ്ദേഹം സ്വാഭാവികമായിട്ടും അത്രയും വലിയൊരു കുളത്തിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ, ഇത്രയും വലിയ പൈസയുടെ പരിപാടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പണിക്കാരുണ്ടായിരുന്നു. ആ പണിക്കാരുടെ കൂലി പോലും അദ്ദേഹത്തിന് നഷ്ടമായി. ആ പണിക്കാരും വളരെയധികം ദുഃഖത്തിലാണ്. നമ്മളത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും ഇത്തരം സംഗതികളൊന്നും ഒരിക്കലും ഒരു മനുഷ്യരോടും നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഒരു ന്യായമായിട്ടുള്ള കാര്യം. നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യരോടും ഇങ്ങനെയൊന്നും ചെയ്യരുത്. എന്തൊരു ക്രൂരതയാണ് ചെയ്തത്. ഇത്തരം മെന്റാലിറ്റി ഉള്ള ആൾക്കാർ സമൂഹത്തിന് തന്നെ ദോഷമാണെന്ന് ഞാൻ പറയും. കാരണം അവരാ ഒരു ജീവിയോടും ആ മീൻ എന്ന് പറയുന്ന ആ ഒരു മത്സ്യത്തിനോടും ഒരു ക്രൂരത കാണിച്ചു. അതേസമയം തന്നെ ആ 3 മനുഷ്യരോടും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിനോടും ഭയങ്കര ക്രൂരതയാണ് കാണിച്ചത്. അപ്പോൾ അവരെയൊക്കെ ഒരു മനുഷ്യപ്പറ്റില്ലാത്ത ഒരു മനുഷ്യരെന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അത്ര വലിയ ഒരു മോശപ്പെട്ട കാര്യമാണ് ചെയ്തത്. അത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അധികം ഒരു ഫീലിംഗ് ആയി. കാരണം ഈ ഒരു കൃഷി അല്ലെങ്കിൽ മീൻ കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് എനിക്ക് അതിൻ്റെ വിഷമം നന്നായിട്ട് അറിയാം. ഓരോ കുഞ്ഞുങ്ങളും ചത്തു പോകുമ്പോഴും നമുക്ക് എത്രത്തോളം പെയിൻ ഉണ്ടാകുന്നത്. കാരണം നമ്മൾ അതുപോലെ നോക്കിയായിരിക്കും ഇതിനെ നമ്മളൊന്ന് ഇതാക്കി എടുക്കുന്നത്. ഇത്ര കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയൊക്കെ നമ്മൾ ചാകലമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒത്തിരി അസുഖങ്ങളും ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു മനുഷ്യനോട് കാണിച്ച കാര്യത്തിന് ഒരു ന്യായീകരണവും ഇല്ല. തീർച്ചയായിട്ടും ആ കാണിച്ചത് വളരെ മോശപ്പെട്ട കാര്യമാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെ ചെയ്ത ആളെ എന്തെങ്കിലും തരത്തിൽ അയാളെ നിയമത്തിന്റെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം. അയാൾക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ.